ഈ ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തിനെ ഒന്ന് തണുപ്പിക്കുകയും ദഹനത്തിനെ ഒന്ന് ശരിയാക്കി വിശപ്പിനെ കൂട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു കറി വേണോ? അത് മറ്റൊന്നുമല്ല, പച്ചമാങ്ങ അരച്ചു കലക്കി. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന മാങ്ങയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തോലിന് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സ്കിന്നും കൂടെ തോലും കൂടെ ഈ കറിയിലേക്ക് എടുക്കാം. അല്ലാത്ത പക്ഷം തോല് കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 5-8 വറ്റൽമുളകുമാണ്. വറ്റൽമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമ്മുടെ വറ്റൽമുളക് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഈസി ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു മീഡിയം തീയിലിട്ട് ഒരു 8-10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ചൂടായി കിട്ടും. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിത് നേരെ ഒരു ചെറിയ മിക്സർ ജാറിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം തീയിലിട്ട് ചുട്ടെടുക്കുകയാവാട്ടോ. വറ്റൽമുളകിന്റെ കൂടെ നമ്മൾ മുറിച്ചു വെച്ച മാങ്ങാ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് 2-3 പൾസ് കൊടുത്ത് ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. അത് മാങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് 2-3 പൾസ് കൊടുത്ത് ഒന്നുകൂടെ പൊടിച്ചെടുക്കുക. ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടും അരച്ചെടുക്കാം, ഒരു ചെറിയ തരിതരിപ്പോടെയും അരച്ചെടുക്കാം. അരച്ചു കലക്കി ഒരു ചെറിയ തരിതരിപ്പോടെ നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാങ്ങാ കഷ്ണങ്ങൾ അരയാതെ നിൽക്കുന്നു എന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഇടയ്ക്ക് അത് മാങ്ങാ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഈ പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മോര് ചേർക്കാം. പുളിയുള്ളത്, മീഡിയം പുളിയുള്ളത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ തൈര് അടിച്ചിട്ടും ചേർക്കാം കേട്ടോ. മോര് ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കി അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു താളിപ്പും കൂടെ കൊടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മുതൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3-4 വറ്റൽമുളക് പൊട്ടിച്ചതും 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു 5-8 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. 5-8 സെക്കൻഡ് നേരം മാത്രം മതി. അതിനുശേഷം വറവ് അല്ലെങ്കിൽ താളിപ്പ് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിൽ എന്തെങ്കിലും കടിക്കാൻ കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം മാങ്ങയുടെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. എന്നാലും എല്ലാവരും ഈ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.